എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഈച്ചയെ തുരത്താനായിട്ട് ഒരുപാട് പേര് പല പല വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടതാണ് കേട്ടോ. ഞാനിപ്പം അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആക്കിയാണ് ഞാൻ ചെയ്യണത്. 2 കപ്പ് വെള്ളം എടുത്തിട്ട് ഒരു കൈപ്പിടി ഗ്രാമ്പു ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ഞാൻ തിളപ്പിക്കണേ. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇതിനെ വറ്റിച്ചിട്ട് 1 കപ്പാക്കി എടുക്കാം. കാരണം അതിൻ്റെ എസൻസ് ഒക്കെ നല്ലതുപോലെ ഇറങ്ങിയ ശേഷം എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഇതിനെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതാണ് എഫക്റ്റ് എന്നാണ് പറയണത്. എന്നിട്ട് നല്ലതുപോലെ തണുത്ത ശേഷം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് അതായത് ഈ ഈച്ചയെ തുരത്തുന്ന വീഡിയോസൊക്കെ പലരും ചെയ്തതിൽ പല പല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടെ. എന്നിട്ട് ഞാൻ 1/2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത ശേഷം നാരങ്ങാ നീരുണ്ടല്ലോ, അപ്പൊ നാരങ്ങാ നീര് നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ കണ്ടതിൽ ഇതുപോലെ നാരങ്ങാ നീരൊക്കെ അവർ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒരു നാരങ്ങ ഫുള്ളായിട്ട് തന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. നല്ല നീരുള്ള നാരങ്ങ എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമ്മൾ ഈ സ്പ്രേ ചെയ്യണ ബോട്ടിലുണ്ടല്ലോ, അത് നമുക്ക് വാങ്ങിക്കാനൊക്കെ കിട്ടും. ഇത് ഞാൻ മുമ്പ് വാങ്ങിയത് ഇവിടെ ഇരുന്നതാണേ. അപ്പൊ ഞാൻ ഈ കണ്ടെയ്നറിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാണ്. അപ്പൊ ഇവിടെ ഞങ്ങൾ മറ്റേ മോസ്കിറ്റോ നെറ്റ് അടിക്കുന്നത് ഓർഡർ കൊടുത്തിട്ടുണ്ട്. 3-4 ദിവസം മുമ്പ് ഞാൻ വിളിച്ച് പറഞ്ഞതാണ്. അപ്പൊ അവര് കൊണ്ടുവന്ന് വെക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം മോസ്കിറ്റോ ഇവിടെ അധികം ഇല്ല. പക്ഷെ ഈ ഈച്ച ശല്യം മൂർത്തിച്ചപ്പോഴാണ്, മോളല്ലേ കുഞ്ഞുള്ളപ്പോ പല ജാതി അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ പിന്നെ അവരുടെ അടുത്ത് ഓർഡർ കൊടുത്ത് അപ്പൊ അവര് സൗകര്യം അനുസരിച്ച് വരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ഒരു സ്ലാബില് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാനൊന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പൊ ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. ഞാൻ ഉപയോഗിച്ച ശേഷം പറഞ്ഞുതരാം കേട്ടോ. അപ്പം എല്ലായിടത്തും ഞാൻ ഗ്യാസിന്റെ ആ ഒരു ഫ്രെയിമിലും എല്ലാം ഇതുപോലെ ഒന്ന് അടിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കണം. അപ്പൊ ഞാൻ വിചാരിച്ച് എന്നാ പിന്നെ താഴെയും ഇതുപോലെ ചെയ്യാം. ഫ്ലോറിലും ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു. സ്പ്രേ ചെയ്തിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കേട്ടോ. ഞാൻ പറഞ്ഞ ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം മോപ്പ് ചെയ്യാണ്. ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പം പല രീതിയിൽ കാണിക്കുന്നുണ്ട്. ചിലർ മണ്ണെണ്ണ വെച്ചും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഉച്ചയായപ്പോഴേക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മോസ്കിറ്റോ നെറ്റ് അടിക്കാനായിട്ട് അവര് വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പം നമ്മളുടെ ഇവിടെ മണക്കാടുള്ള സെയ്തലിയാണ് ഞങ്ങളുടെ ഫ്രണ്ട്. പുള്ളിക്കാരനാണ് ഇത് വന്ന് ചെയ്തു തരുന്നത്. പഴയ നമ്മളുടെ വീട്ടിലും ഇവര് തന്നെയാണ് ചെയ്തു തന്നിരുന്നത്. അപ്പൊ നല്ല നെറ്റും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ ഞാനിവിടെ കിച്ചണിൽ വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പൊ കിച്ചണിൽ ആ ഡോറിലും ഒരു ഡോർ കൊടുത്തു. പിന്നെ അതുപോലെ ഞാൻ എപ്പോഴും തുറന്നിടുന്ന ജനാലയാണ് ഇത് കിച്ചണിലെ. അപ്പോഴും ഞാൻ അതും ഒന്ന് കവർ ചെയ്യണം. കാരണം ഇതുവഴിയാണ് ഈച്ചയ്ക്കൊക്കെ വരാൻ സൗകര്യത്തിന് ഇരിക്കുന്നത്. അതുപോലെ തന്നെ കണ്ട ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഈ ഒരു നെറ്റാണ് കൊടുത്തത് കേട്ടോ. എന്നാൽ ബാക്ക് സൈഡ് അല്ലേ, അപ്പൊ പിന്നെ അത്രയും വലിയ മോഡിയായിട്ട് വെക്കേണ്ട. എപ്പോഴും തുറക്കെ അടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സ്ലൈഡിങ് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇത് കണ്ട, ഇത് ഫ്രണ്ട് ഡോറാണ്. ഇത് സ്ലൈഡിങ് ആണ് കൊടുത്തത്. ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ്, എന്നാലും ഒരു വൃത്തിക്കൊക്കെ ഇരിക്കുമല്ലോ. ഇതുപോലെ സ്ലൈഡ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം പിന്നെയുള്ള ഓപ്പണിംഗ് സ്പേസ് എന്ന് പറയുന്നത് ഇതുപോലെ മുകളിലാണ്. ടെറസിലേക്ക് എടുക്കുന്നതിന്റെ അവിടെ ഞാൻ കാറ്റും വെളിച്ചം കയറാൻ വേണ്ടിയിട്ട് ഗ്രില്ല് ചെയ്താണ് അന്ന് അവിടെ ഡോർ ഇട്ടിരുന്നത്. അപ്പൊ അതുവഴി ഈ ഈച്ച മാത്രമല്ല, ഇത് 3rd ഫ്ലോർ ആയതുകൊണ്ട് ഈച്ചയല്ല ഇവിടെ കയറുന്നത്. ഈ ഒരു ഫ്ലോറിൽ വരുന്നത് പല്ലിയാണ് കേട്ടോ. അപ്പൊ എനിക്ക് ഈ പല്ലി ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്. അപ്പൊ ഞാൻ മുന്നേ നിസാറിക്കടുത്ത് പറഞ്ഞു ഇവിടെ നെറ്റ് ഇടാന്ന് പറഞ്ഞപ്പോ അന്ന് നിസാറിക്ക കേട്ടൊന്നുമില്ല. ഇപ്പൊ മോള് വന്നപ്പോഴേക്കും നിസാറിക്ക പിന്നെ അത് കേട്ട് എന്തായാലും ഇവിടെയും നെറ്റ് പിടിപ്പിച്ചു. അപ്പം ഇത്രയും സ്ഥലങ്ങളിലാണ് നമ്മൾ നെറ്റൊക്കെ പിടിപ്പിച്ചത്. അപ്പം നല്ല ഇപ്പൊ ഒരു ആശ്വാസമായെന്ന് തന്നെ പറയാം. അപ്പൊ പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല. അപ്പൊ 2-3 ദിവസം അങ്ങനെ ബ്ലാങ്ക് ആയിരുന്നു. അപ്പൊ ഇന്ന് രാത്രി നമ്മളുടെ സുൽത്താൻ വരണേട്ടാ. അപ്പൊ രാത്രി 12 മണിക്ക് അവൻ ഫ്ലൈറ്റിലാണ് ഈ പ്രാവശ്യം വരുന്നത്. അപ്പം എയർപോർട്ടിലേക്ക് ഞാനല്ല പോയത്, ഞാൻ നിസാർക്കയും അല്ല പോണത്. നമ്മുടെ സൽമാനും ഫാബിമോളും കുഞ്ഞും നമ്മളുടെ സനമോളും കൂടിയിട്ടാണ് എയർപോർട്ടിൽ പോയത് കേട്ടോ. അപ്പം ഇപ്പൊ നമ്മൾ ഈ ഹജ്ജിന്റെ കാര്യങ്ങളും ഒക്കെ തിരക്കും ഒക്കെ കാരണം നമ്മൾ വല്ലാതൊരു ടയേർഡായിട്ടിരിക്കുന്നതാണ്. നമുക്ക് ഭയങ്കര ക്ഷീണവും കാര്യമൊക്കെ രാത്രി. അപ്പൊ ഉറക്കം ശരിക്കും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ആദ്യമായിട്ടാണ് കുഞ്ഞിനെ വിളിക്കാനായിട്ട് പോവാത്തത് കേട്ടാ. അപ്പൊ സുൽത്താൻ വരുന്ന കണ്ടോ. അപ്പം ഇവര് വിളിച്ചിട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. അപ്പം ശരിക്കും പറഞ്ഞ ഇപ്പം മഴക്കാലം ആണെങ്കിലും നല്ല ചൂടല്ലേ. അപ്പൊ നമ്മൾ ഈ ഹജ്ജിനൊക്കെ പോക്കെന്ന് പറയുമ്പോ അതിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പം അത് ഒരു ഡിഫറെന്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനിടയിൽ വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും മുതിരാത്തത് കേട്ടോ.
അങ്ങനെ ഇപ്പം ദാ സുൽത്താനെ വിളിച്ചിട്ട് വരുവാണ്. അപ്പൊ സുൽത്താൻ ദാ വീട്ടിലെത്തി. സുൽത്താൻ ചിലപ്പോ മനസ്സിൽ കരുതുന്നുണ്ടാവും ഉമ്മ ഇങ്ങനെ കാത്തു നിൽക്കുകയായിരിക്കും എന്നൊക്കെ. സത്യം പറയാമല്ലോ, ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. സുൽത്താൻ വന്ന് ദാ ലഗേജ് ബാഗ് അവന്റെ ഓപ്പൺ ചെയ്യണത് പോലും ഞാൻ കണ്ടില്ല. ഇതൊക്കെ സൽമാൻ എടുത്തതാണ് കേട്ടാ. അപ്പൊ സുൽത്താൻ ഇങ്ങനെ പെട്ടിയൊക്കെ തുറക്കുന്നുണ്ട്. സുൽത്താന്റെ ഈ ഒരു ഹാൻഡ് ബാഗേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് മുന്നേ പറഞ്ഞിരുന്നു വരുന്നെന്ന് ഐക്യ പോണെന്ന് പറഞ്ഞപ്പോ ഞാൻ 2 കാര്യമാണ് പറഞ്ഞിരുന്നത്. ഈ ബ്രഷും ഇത് നമ്മുടെ കുപ്പിയൊക്കെ വാഷ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 2 ബെഡ്ഷീറ്റും അയക്കുന്നു. അപ്പൊ അവൻ ഞാൻ പറഞ്ഞ അനുസരിച്ചുള്ള സാധനം വാങ്ങിയിട്ട് വന്ന്. അപ്പൊ ഞാന് രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ഞാൻ ഇതൊക്കെ കാണുന്നത് കേട്ടോ. അതാ കണ്ട 2 ബെഡ്ഷീറ്റ് ഉണ്ട്. അയക്കല്ല, ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ബെഡ്ഷീറ്റാണ് കേട്ടോ. പിന്നെ അവൻ സ്പെഷ്യലായിട്ട് ഞാൻ പറയാതെ വാങ്ങിയ 2 സാധനങ്ങളുണ്ട്. അത് നമ്മുടെ സനമോൾക്ക് വേണ്ടിയിട്ട്. ഇതിന്റെ അകത്ത് ഫ്രൂട്ട് വെക്കും, എന്നിട്ട് ചവച്ച് ഇങ്ങനെ സഖ്യമ്മ ഫ്രൂട്ട് വരണം. എന്തെന്ത് teeth for her to bite on. She itself can hold and she can just nibble on this, and it's good for teeth. Wow, super cute. ബാക്കിയെല്ലാം എൻ്റെ ഉടുപ്പുകളും നനയ്ക്കാനുള്ള. കഴിഞ്ഞ വീഡിയോയില് നമ്മള് ഹജ്ജിന് പോകുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ പേര് എന്നാണ് പോകുന്നത് ഡേറ്റ് ഒന്നും നമ്മൾ അതിൽ പറയാൻ മറന്നുപോയി. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഓരോ ഇൻഡിവിജ്വൽ കമന്റിന് ആൻസർ കൊടുക്കുന്നതിന് പകരം അല്ലേ, ഒരുപാട് പേര് അങ്ങനെ ഡേറ്റ് എന്നാണ് പോണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങള് 7-ാം തീയതിയാണ് പോണത്. അറിയാം, ട്രിവാൻഡ്രത്തിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോണ ദിവസമാണ് 7-ാം തീയതി. അതന്നെ, എല്ലാവരും നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അപ്പം അങ്ങനെ ഇതിന്റെ ഇടയിൽ ഒരു ഭയങ്കര ഒരു ദുഃഖകരമായ ഒരു സംഭവം നടന്നു. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് പോസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അത് നിങ്ങൾക്ക് അറിയിക്കാൻ പറ്റിയില്ല, എത്തിക്കാൻ സാധിച്ചില്ല. ഒരു 4 ദിവസമായിട്ടുണ്ട് നമ്മളുടെ വസീം നമ്മളെ വിട്ട് പിരിഞ്ഞു. ഇവിടുത്തെ സ്ട്രീറ്റ് ഡോഗ് ഉണ്ട്, കുറെ തെരുവ് നായകളോട് കുറെ നമ്മളെ ഈ ഏരിയയിൽ വന്നിട്ടുണ്ട്, 5-6 പട്ടി അല്ലേ, സ്ഥിരം വരാറുണ്ടത്. അങ്ങനെ 5 പട്ടികൾക്ക് കഷ്ടം നമ്മുടെ വസീം അടിമപ്പെടേണ്ടി വന്നു. ശരിക്കും നിസാർക്ക് അതിനെ രക്ഷിക്കാനായിട്ടൊക്കെ ശ്രമം നടത്തിയെങ്കിലും പക്ഷെ അത് പിടിച്ചുകൊണ്ട് പോയി. ഈ കൊച്ചുങ്ങളെ ഞാനിങ്ങനെ കണ്ടുകൊണ്ട് നിക്കാണ്. അതും എന്റെ കണ്ണിന് മുന്നിൽ വെച്ച് ആയെന്ന് കണ്ടപ്പോഴേക്ക് ഭയങ്കര ഒരു പ്രയാസമായി പോയി. 2 അവന്റെ കാലില്, 2 കയ്യില്. സന്ധ്യ സമയത്തായിരുന്നു, 7 മണി. അപ്പുറത്തെ വീട്ടിൽ കിടക്കുമായിരുന്നു. അവന് ഇവിടെ ഒരു പെർട്ടിക്കുലർ ടൈം ഉണ്ട്. ആ ടൈം കറക്റ്റ് ആയിട്ട് അവൻ വരും. നിങ്ങൾക്ക് അറിയാമല്ലോ, അവനകത്ത് വരിക ശല്യം ചെയ്യുക ഒന്നും ചെയ്യത്തില്ല. അവൻ അവിടെ കിടന്ന് ചിലപ്പോ സനമോള് കരയുമ്പോഴേക്കും അവൻ അവിടെ നിന്നുകൊണ്ട് അവന് വിളിക്കാം. അങ്ങനെ മാത്രമേ അവനെ വിളിയുള്ളൂ, അല്ലാതെ അവൻ അങ്ങനെ വിളിക്കത്തൊന്നും. അന്നത്തെ ദിവസം ഭയങ്കര കരച്ചിലുമായിരുന്നു, രക്ഷപ്പെടുത്തുന്ന രീതിയിലുള്ള. ഞാൻ നോക്കുമ്പോഴേക്കൊണ്ട് ഈ 5 പട്ടികള് ഇവനെയും കൊണ്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ ഞാൻ എന്റെ കയ്യിൽ സനമോൾ ഇരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് സർക്കയെ വിളിച്ചതും സർക്ക ഓടി ആ പട്ടിയുടെ അടുത്ത്. അതും ഡേഞ്ചറാണ്. എന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് അതിനെ കല്ലെറിയാൻ നോക്കുമ്പോ കല്ല് കാണുന്നില്ല. അപ്പൊ ഗേറ്റിന് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയപ്പോഴേക്കൊണ്ട് പക്ഷെ അതിനിടയിൽ അതിന് ഇങ്ങനെ പിച്ച് ചീറിയില്ല, അതിന്റെ ഉള്ളിലൊക്കെ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോഴേക്കും അത് തളർന്നു വീണു. പിറ്റേന്ന് നമ്മളൊരു ഫ്രണ്ടിന്റെ വീട്ടിന്റെ വരാന്തയില് മരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്കത് ഭയങ്കര പോകുന്നതിന് മുൻപും അതില് നമ്മള് വളർത്തിയ എല്ലാവരും ചോദിക്കും അത് അതിനെ കുളിപ്പിച്ചൂടെ എടുത്തൂടെ എന്നൊക്കെ എന്റെ അടുത്ത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളിവിടെ വളർത്തുന്ന പൂച്ച ആയിരുന്നില്ല. അപ്പൊ അവൻ ഇവിടെ കയറി വന്നു. റിച്ചുവായിട്ട് ഭയങ്കര ഒരു കൂട്ടായി. റിച്ചു വരുന്ന ദിവസം അവൻ എങ്ങനെങ്കിലും അതിവിടെ എത്തും. ഇതിനിടയിൽ ഒരു 13 ദിവസം അവൻ വരാതിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞപ്പോ പലരും പറഞ്ഞില്ലേ വരും എന്ന് പറഞ്ഞു. ഇപ്പോഴും അത് ആലോചിക്കുമ്പോ ഭയങ്കര ഒരു വിഷമം കേട്ടോ. അപ്പൊ അങ്ങനെ എന്തായാലും നമ്മള് ഹജ്ജിന് നമ്മള് 7-ാം തീയതി ഇവിടുന്ന് 6-ാം തീയതി തിരിക്കും അല്ലെ, വെളുപ്പാങ്കാലത്ത് 6-ാം തീയതി തിരിക്കും. കൊച്ചിയിൽ നിന്നാണ് നമ്മളെല്ലാവരും പോകുന്നത്. പിന്നെ യാത്രയൊക്കെ സുഖകരമായി നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാരും പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പല പല സങ്കടങ്ങളും അറിയിച്ചിട്ടുണ്ട്. അതെല്ലാം ഇൻഷാ അല്ലാഹ് നമ്മള് പഠിച്ചവന്റെ സന്നിധിയിൽ എല്ലാവർക്കും വേണ്ടിയിട്ടും ഇൻഷാ അല്ലാഹ് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മള് ദുആ ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ദുആയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുക. നല്ല രീതിയിൽ ഹജ്ജ് നിർവഹിച്ച് മടങ്ങി വരാനുള്ള
ഇനി 3-4 ദിവസം, ഇനി 3-4 ദിവസമേ ഉള്ളൂ. എല്ലാം പെറ്റിയൊക്കെ ഏകദേശമൊക്കെ. പിന്നെ ഇതിനിടയിൽ ആരുടെടുത്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതൊരു എന്താ പറയാൻ അറിയിപ്പായി. പലരും ചിലർ നമ്മൾ പറയൂല, വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, പക്ഷെ നമ്മൾ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ടെന്നുള്ള ധാരണയിൽ വിട്ടുപോയിട്ടുണ്ടാവും. അങ്ങനെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങളൊരു വിളിച്ചതായിട്ട് കണക്ക് കൂട്ടുക, ഇത്രയേ ഉള്ളൂ പറയാൻ. പിന്നെ ഇനിയിപ്പോ തിരക്കൊക്കെ കാരണം ഇനി വീഡിയോ ഒന്നും ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി ഇൻഷാ അള്ളാ തിരിച്ചു വരുമ്പോ നമുക്ക് വീണ്ടും കാണാം, അല്ലേ? അതെ, അത്രേ ഉള്ളൂ. അപ്പൊ ഇന്ന് സുൽത്താനും റിസ്വാനും എല്ലാം വന്നിട്ടുള്ള ദിവസമാണ്. അപ്പൊ നമ്മള് പോകുന്നത് പ്രമാണിച്ചാണ് സുൽത്താൻ എത്തിയത്. അപ്പൊ അവന് ലീവും കാര്യമൊന്നും ഇല്ല. എന്നിട്ട് അവന് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തും യാത്ര ചെയ്യാൻ വേണ്ടി. അപ്പൊ ഞാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങള് ഹജ്ജിന് പോകുന്ന സമയത്ത് എങ്ങനെയെങ്കിലും എത്തണം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ വാശിയിലൊരു കാര്യം പറയുന്നതല്ല, പക്ഷെ എന്റെ ഒരു ആഗ്രഹം മക്കളൊക്കെ ഉണ്ടാവണം എന്നുള്ളത്. എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോകാം. റെസിപ്പി ഇല്ലാത്തൊരു ബ്ലോഗില്ല. ഒരിക്കൽ കൂടി എല്ലാവരുടെ അടുത്തും യാത്ര പറയാണ്. ഇനി ഇൻഷാല്ലാ നമുക്ക് വന്നിട്ട് കാണാം. ഞാൻ ഇൻസ്റ്റന്റ് അപ്പമാണ് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പൊ ഇൻസ്റ്റന്റ് അപ്പം ആണെങ്കിലും ഞാനിത് പച്ചരിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പൊ ഇന്നലെ രാത്രി ഞാൻ പച്ചരി ഒരു 3 കപ്പ് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാൻ വറുത്ത അരിപ്പൊടിയിലും പല ടൈപ്പിൽ ഇൻസ്റ്റന്റ് അപ്പം റെഡിയാക്കണതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ശരി, നമ്മളുടെ ഇന്നിപ്പോ പച്ചരി ഇരിപ്പുണ്ടായിരുന്നു, അപ്പൊ ആ പച്ചരിയിൽ തന്നെ റെഡിയാക്കി എടുക്കാമെന്ന് കരുതി. അങ്ങനെ ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് പച്ചരി ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുണ്ടാക്കാൻ എളുപ്പമാണല്ലോ. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് ചോറ്. ഇത് ഇത്രയും കൂടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള അപ്പം റെഡിയാക്കാൻ പറ്റൂ. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കും. ഇതൊക്കെ ഇടുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമുക്കിത് 2 or 3 ബാച്ചായിട്ട് ഇട്ട ശേഷം പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. എപ്പോഴും നമ്മൾ അപ്പത്തിന് അരച്ചെടുക്കുമ്പോൾ വെള്ളത്തിന്റെ അളവ് കൂടരുത് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അരിയുടെ പകുതിയോളം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ എടുത്ത് വെച്ചിരിക്കുന്ന മിക്സിന്റെ പകുതി ഇതിലേക്ക് ഇട്ടിട്ടാണ് കണക്കിനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഞാനിപ്പം 1 കപ്പ് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാണ്. അപ്പൊ വെള്ളം 1/2 കപ്പിന്റെ 2 കപ്പാണ് ഞാനിപ്പോൾ എടുത്തത് കേട്ടോ. വെള്ളത്തിന്റെ അളവ് കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ആ 1 കപ്പ് വെള്ളം ഒഴിച്ച് അരച്ചെടുത്ത മാവ് ഞാൻ ഒരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്. അപ്പൊ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഇട്ട് അരച്ചെടുക്കാം. എപ്പോഴും നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോഴേക്ക് ഒരുപാട് കട്ടിയാകരുത്, എന്നാൽ ഒരുപാട് ലൂസും ആകരുത് കേട്ടോ. അങ്ങനെ കറക്റ്റ് പരുവാണെങ്കിൽ മാത്രമേ നമ്മൾ അപ്പം മാവ് കോരി ഒഴിക്കുമ്പോഴേക്ക് നമുക്ക് ആ കറക്റ്റ് രീതിയിലൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പം നല്ല മഴയും അതായത് മഴക്കാലമൊക്കെ ആയതുകൊണ്ട് മാവ് ഒന്ന് പൊങ്ങി വരാൻ കുറച്ച് താമസം എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ഞാൻ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നമ്മളുടെ മാവ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ മതി കേട്ടോ. അപ്പോഴേക്ക് നമുക്ക് മാവ് പൊങ്ങി വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അതവിടെ മാവ് ഞാൻ പൊങ്ങാൻ വെച്ചിരിക്കുന്ന നേരം കൊണ്ട് ഞാൻ വിചാരിച്ചു കറി റെഡിയാക്കാന്ന് കരുതി കേട്ടോ. അപ്പൊ കറക്റ്റ് പരുവായിരിക്കും. കറി റെഡിയാവുമ്പോഴേക്ക് പിന്നെ അപ്പം ചുട്ടെടുത്താൽ മതിയല്ലോ. അപ്പം ചുട്ടെടുക്കാൻ നമുക്ക് വലിയ താമസമൊന്നും വേണ്ട. ഞാൻ എപ്പോഴും എളുപ്പത്തിന് എങ്ങനെയാണെന്നാ ചെയ്യണത്, ചട്ടി 2 എണ്ണം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ 2 എണ്ണം അടുപ്പത്തേക്ക് വെച്ചിട്ട് പെട്ടെന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്യണത്. ശരിക്കും അത് തന്നെയല്ലേ എളുപ്പം. നിങ്ങൾക്ക് അപ്പം ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം. പിന്നെ അപ്പത്തിന് കറിയാക്കാനാണ് ഞാൻ ഇപ്പൊ 2 വലിയ സവാള ആയതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. മീഡിയം സൈസിലാണെങ്കിൽ ഒരു 3 എണ്ണം എടുത്താൽ മതി കേട്ടോ. സവാളയുടെ അളവ് ഒരുപാട് കൂടൊന്നും വേണ്ട. കൂടുതലായി കഴിഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ മധുരിക്കും, കറിക്ക് ഒരു ചെറിയ മധുരം ഉണ്ടാവും. അപ്പൊ ഞാനിത് ഒന്ന് എളുപ്പത്തിന് വേണ്ടി ചോപ്പറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ആകുമ്പോഴേക്ക് സവാള നമുക്ക് പെട്ടെന്ന് വഴണ്ടി കിട്ടും. പിന്നെ ഞാനിവിടെ കാസ്റ്റ് എണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലേക്ക് കറിയൊക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, പെരിഞ്ജീരകം, ഉലുവ, ഹോൾ സ്പൈസസ് ഇട്ട ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് കാസ്റ്റ് അയൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കറി റെഡിയാവും. അപ്പം ചൂട് നല്ലതുപോലെ നിൽക്കുമല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത ശേഷം ഞാൻ ആ ചോപ്പറിൽ തന്നെ
ഞാനിവിടെ 3 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട ശേഷം നമുക്കിതൊന്ന് കറക്കിയെടുക്കാം. ആദ്യം ഇതുപോലെ ഒന്ന് കറക്കിയെടുക്കാം. കറക്കിയെടുത്ത ശേഷം പിന്നെ നമുക്കിതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒന്ന് ഒഴിച്ച ശേഷം ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ ഈ അമ്മിക്കല്ലിലൊക്കെ അരച്ചെടുക്കുന്ന ആ ഒരു പരുവില്ലേ, ആ ഒരു രീതിക്ക് ഒന്ന് അരച്ചു കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ഈ സമയത്ത് നമ്മൾ ചേർക്കണ്ട കേട്ടോ, കാരണം ആ ഒരു പേസ്റ്റ് പോലെ വേണം നമ്മളിത് അരച്ചെടുക്കാൻ. ഇതാ കണ്ട കറക്റ്റ് പരുവാണ്. ഈ ഒരു പരുവത്തിൽ നമ്മൾ അരച്ചെടുക്കണം. അപ്പോൾ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ സവാളയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനിവിടെ 2 ടീസ്പൂൺ ഇട്ടിട്ട് അതും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാണ്. അപ്പം ഇതിപ്പം ഇതിൽ കിടന്നിട്ട് പെട്ടെന്ന് മെൽറ്റ് ആയിക്കോളും കേട്ടോ. ഇതോടൊപ്പം തന്നെ ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കണം. തക്കാളിയും ഞാൻ ഓവറായിട്ട് ചേർക്കില്ല, 2-3 ചേർക്കത്തില്ല കേട്ടോ. അല്ലാതെ അങ്ങനെയൊക്കെ വരുമ്പോഴേക്ക് കറിക്ക് ഭയങ്കര മധുരമായിരിക്കും, അതുകൊണ്ട് അങ്ങനെ ചേർക്കത്തില്ല. ഇനിയിപ്പം നമ്മളിതാ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ അരച്ചെടുക്കണം എന്തെന്ന് വെച്ചാൽ കറിക്ക് നല്ല ഒരു കൊഴുപ്പുണ്ടായിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. നമ്മൾ പൊടി ഡയറക്റ്റ് ഇടുന്നതിൽ നിന്നും ടേസ്റ്റ് കൂടുതലായിരിക്കും നമ്മൾ ഇതുപോലെ ഒന്ന് അരച്ചിട്ട് ഇടുമ്പോൾ. ഇപ്പം ചോപ്പറില്ലെങ്കിൽ നിങ്ങൾ മിക്സിയുടെ ജാറിൽ ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്താലും മതിയാകും. അപ്പം ഞാൻ അതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പം വൃത്തിയാക്കിയ ശേഷം ഒരു 2 കിലോയോളം ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ. എന്നിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ മസാലയും ചിക്കനും എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് യോജിച്ച് വരത്തക്ക രീതിയിൽ നമ്മളിതൊന്ന് ഇളക്കിയെടുക്കണം. അപ്പം ഞാനിവിടെ ഇളക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് വെള്ളം ചേർക്കത്തില്ല. ഇതിപ്പോൾ മസാല എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ ഞാനിവിടെ ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചു കൊടുക്കണം. അപ്പം ആദ്യമേ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കറിക്ക് അത്ര ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പം ഇനിയിപ്പം നമുക്ക് മൂടി വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം മൂടിയൊന്ന് മാറ്റിയിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് റെഡിയാക്കി എടുക്കണത്. ഫ്ലെയിം കൂട്ടി വെച്ച് കരിച്ച് കളയരുത്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അപ്പം ഞാനിതിലേക്ക് ഏകദേശം 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം വേണമെങ്കിൽ ഇനിയും ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ആദ്യം ഞാൻ ഇതുപോലെ വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് നോക്കും കേട്ടോ. കാരണം കുറച്ച് കഴിയുമ്പോഴേക്ക് ചിക്കനിൽ നിന്ന് തന്നെ ചാറ് ഊറി വരും. അപ്പം ഞാനൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണേ. ഒരു 15 മിനിറ്റിന് ശേഷം ഞാൻ അടപ്പൊന്ന് മാറ്റി. അപ്പോൾ നമ്മളുടെ ചാറൊക്കെ ഊറി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഈ 15 മിനിറ്റിൻ്റെ ഇടയിൽ ഞാൻ അടപ്പ് മാറ്റിയിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അടിക്ക് പിടിക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. പിന്നെ ഇത് കാസ്റ്റ് അയൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും. എപ്പോഴും നോർമൽ പാനിനുള്ളതിനേക്കാളും നല്ലതുപോലെ നമുക്കിത് റെഡിയാവും കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് ഉപ്പ് നോക്കിയപ്പോൾ കുറവായിരുന്നു. അങ്ങനെ ഞാൻ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പം ഇനിയിപ്പം വേറെ പ്രത്യേകിച്ച് നമ്മൾ ഇതിൻ്റെ പുറകെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഈ സമയത്ത് ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർന്ന് ചിക്കൻ കറി റെഡിയാകുമ്പോഴല്ല പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഞാനൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണേ. അപ്പം നമ്മളുടെ അപ്പത്തിൻ്റെ മാവ് ഒന്ന് പതയൊക്കെ വന്നിട്ടുണ്ട്. ശരിക്കും പൊങ്ങി വന്നോന്ന് ചോദിച്ചാൽ അങ്ങനെ വന്നിട്ടില്ല. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഈ ക്ലൈമറ്റിൻ്റെയാണ് കേട്ടോ. അപ്പം ഞാൻ ഇനിയിപ്പം അപ്പം ഒന്ന് ചുട്ടെടുക്കാൻ പോവുകയാണ്. അപ്പം ഒന്ന് ഇളക്കി എടുക്കുകയാണ്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ നമ്മളുടെ ചിക്കൻ കറി എന്തായെന്ന് നോക്കാണ്. അടപ്പ് മാറ്റി നല്ല മണം വരുന്നുണ്ട് കേട്ടോ, അടിപൊളി മണം വരുന്നുണ്ട്. ഇതിപ്പം എല്ലാവരും ഉള്ളത് കൊണ്ടാണ് കുറച്ച് നീട്ടി ചിക്കൻ കറി വെച്ചത്, അതായത് നല്ല ചാറോട് കൂടിയിട്ട് ഞാൻ വെച്ചത്. പിന്നെ വേറൊരു കാര്യം, നമ്മളുടെ ഈ പാനിൽ ഇരിക്കുമ്പോൾ തന്നെ അത് കുറച്ചൊന്ന് വറ്റും കേട്ടോ. കാരണം ഇത് നല്ലതുപോലെ നിൽക്കുന്ന ഒരു പാൻ ആയതുകൊണ്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഞാനത് അടച്ചൊന്നും ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെക്കുകയാണേ. അപ്പം അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. എപ്പോഴും നമ്മൾ കാസ്റ്റ് അയണിൽ അപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എനിക്കങ്ങനെയാണ്. നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട് നമ്മളുടെ ഇരുമ്പ് ചട്ടിയിലൊക്കെ അപ്പം റെഡിയാക്കുമ്പോൾ. നിങ്ങൾക്ക് എങ്ങനെയാണ്? ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണോ കാസ്റ്റ് അയണിൽ ഉണ്ടാക്കുന്നതാണോ ഇഷ്ടം? അപ്പം ഞാൻ മാവ് കോരി ഒഴിച്ചൊന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ്. അപ്പം കണ്ടോ, ഇപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് അപ്പം വേണം തോന്നിയ ഒരു 1/2 മണിക്കൂർ മാത്രം മതി കേട്ടോ. അപ്പം അടച്ച് വെച്ചിട്ട് അപ്പം റെഡിയായി.
അപ്പൊ പച്ചരി ആയതുകൊണ്ടാണ് കുറച്ചൊരു ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. വറുത്ത അരിപ്പൊടിയാണെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടി സൂപ്പറായിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പച്ചരിയിൽ ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഞാൻ വെള്ളത്തിൽ ഇട്ടതാണ്. അപ്പം അടുത്ത അപ്പം ചുടേണ്ട സമയത്ത് നമ്മൾ എണ്ണയൊന്ന് തടവിയിട്ട് മാവ് കോരി ഒഴിച്ചാൽ മതി. അപ്പം എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ഇരുമ്പച്ചട്ടിയിൽ അപ്പം ഉണ്ടാക്കുമ്പോഴേക്കും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എണ്ണയൊന്ന് തടവി കൊടുക്കണം. അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ ഇതിൽ ഒട്ടിപ്പിടിക്കാനൊക്കെ ഉള്ള സാധ്യത കൂടുതലല്ലേ. ശരിക്കും നമ്മളുടെ ട്രഡീഷണൽ അപ്പത്തിൻ്റെ ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നമ്മളുടെ ചിക്കൻ കറി ഇതാ ഓപ്പൺ ചെയ്ത് കണ്ട നല്ല തിള വരുന്നത്. ഇതാണ് ഈ കാസ്റ്റ് അയണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഏത് കറികൾ നമ്മൾ കാസ്റ്റ് അയണിൽ വെച്ചാലും ഇതുപോലെ നല്ല ചൂടോടുകൂടി നിൽക്കും. പിന്നെ നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന ടൈം വേണ്ട നമ്മൾ കാസ്റ്റ് അയണിൽ കറി ഉണ്ടാക്കുമ്പോഴേക്കും, കാരണം അത്രത്തോളം ചൂട് കിട്ടുകയാണ് ചെയ്യണത്. അപ്പം നല്ല മണം വരുന്നുണ്ട്. അപ്പം ഞാൻ ഒരപ്പവും ചിക്കൻ കറിയും ഒന്ന് ഒഴിച്ചിട്ട് ചൂടോട് കൂടിയിട്ട് ഒന്ന് കഴിച്ച് നോക്കാൻ പോവാണ്. നല്ല ടേസ്റ്റ് അല്ലേ. ഇപ്പം ചിലർക്ക് ഈ പറഞ്ഞ മാതിരി അപ്പവും സ്റ്റൂ ആയിരിക്കും ഇഷ്ടം. എനിക്ക് ഈ സ്റ്റൂവിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടാ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടെന്ന് കൂടി ഒന്ന് പറയുക കേട്ടാ. അപ്പവും സ്റ്റൂ ഇഷ്ടമുള്ളവരും അല്ല അപ്പവും ഇതുപോലെ ചുവന്ന കറി ഇഷ്ടമുള്ള എത്ര പേരുണ്ടെന്ന് പറയേ. അപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് ഷോർട്ട് വീഡിയോസ് മുൻപ് ഇതുപോലെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചതുണ്ട്. അപ്പം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ചിലപ്പം ആ വീഡിയോസ് പോസ്റ്റ് ആകും. അപ്പം ഞങ്ങളുടെ മെയിൻ വീഡിയോ എന്ന് പറയുന്നത് ഇൻഷാല്ലാ ഇനി ഞങ്ങൾ പോയിട്ട് വന്നിട്ടായിരിക്കും ഇടുന്നത്. അപ്പം എല്ലാവരും നേരത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക ഇൻഷാല്ലാ. അപ്പം ഇനിയിപ്പം നമ്മളെല്ലാവരും ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ ദുആ ചെയ്യുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇനി ഞങ്ങൾ പോയി വന്നിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.